കോതമംഗലത്തെ അൻസിലിന്റെ കൊലയ്ക്ക് കാരണം സാമ്പത്തിക തർക്കമെന്ന് പോലീസ്. പ്രതിയായ യുവതി നൽകിയ കേസ് പിൻവലിക്കാൻ അൻസിൽ പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. കൊലയ്ക്ക് മുൻപ് പ്രതി കൃത്യമായ ആസൂത്രണവും നടത്തി. അൻസിലിനെ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് വീട്ടിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു. കളനാശിനി നൽകിയാണ് അൻസിലിനെ യുവതി കൊലപ്പെടുത്തിയത്. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഈ കൊലപാതകത്തിന് കൃത്യമായ ഒരു ആസൂത്രണം പ്രതി അദീന കോതമംഗലം സ്വദേശിയാണ്. അദീനയാണ് ഈ കൊലപാതകം ചെയ്തത്. അദീന കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. 2 മാസത്തിലേറെ നീണ്ട ആസൂത്രണം ഉണ്ടായിരുന്നു. നേരത്തെ അൻസിലിനെതിരെ അദീന ഒരു പരാതി പോലീസിൽ നൽകിയിരുന്നു. പിന്നീട് ഈ പരാതി പിൻവലിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് MLയിലെത്തുകയും ഇവർ വീണ്ടും ഒരുമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഈ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കാനായി അൻസിൽ അദീനയ്ക്ക് പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ കേസ് പിൻവലിച്ച ശേഷം ഈ പണം അൻസിൽ അദീനയ്ക്ക് നൽകിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായ ആസൂത്രണം, അതായത് അൻസിൽ ഈ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ CCTV ബന്ധം അത് വിച്ഛേദിച്ചിരുന്നു. അത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായാണ് എന്നാണ് പോലീസ് പറയുന്നത്. കീടനാശിനി നേരത്തെ തന്നെ സമീപത്തുള്ള ഒരു കടയിൽ നിന്നും പാരഫിറ്റ് എന്ന കീടനാശിനിയാണ് കൊലപാതകത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കീടനാശിനി നേരത്തെ തന്നെ സമീപത്തുള്ള ഒരു കടയിൽ നിന്നും വാങ്ങി വെച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ അദീനയുടെ വീട്ടിൽ നിന്നും ഈ കീടനാശിനി വിഷമടങ്ങിയ കുപ്പികളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ദിവസം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ അൻസിലിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരത്തിൽ വിഷമുള്ളിൽ ചെന്ന് തന്നെയാണ് മരണം. കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇതിന് പിന്നാലെ പ്രതിക്കെതിരെ കൊലപാതക കുറ്റം കൂടി ചുമത്തുകയും നേരത്തെ വധശ്രമത്തിലുള്ള കുറ്റമായിരുന്നു. ശരി നിതിൻ, ഏതായാലും കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.